കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻപിലേക്ക് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. കണ്ണൂർ വളപട്ടണത്ത് ഒരു വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവനും കവർന്ന സംഭവം നമ്മൾ ഏറെ അത്ഭുതത്തോടെ ആശങ്കയോടെയാണ് കേട്ടത്. ഇത്രയധികം പണവും സ്വർണവും ഒരു വീട്ടിൽ സൂക്ഷിച്ചിരുന്നു, അത് എങ്ങനെ കവർന്നു എന്നൊക്കെ നമ്മൾ ആ വാർത്ത കേട്ട നിമിഷം മുതൽ തന്നെ ചിന്തിക്കുന്നതായിരുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ആ വീടുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുടെ സഹായത്തോടെയാണ് ആ മോഷണം നടന്നത് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത്. പോലീസിന്റെ ആ നിഗമനം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. തൊട്ട അയൽവാസിയായ, അതായത് ഈ മോഷണം നടന്ന വീടിന്റെ തൊട്ട അയൽവാസിയായ വ്യക്തിയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. മോഷണം നടന്ന വീട് അഷ്റഫിന്റെ വീടാണ്. അഷ്റഫിന്റെ അയൽവാസി ലിജീഷിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. നമ്മളോടൊപ്പം നോക്കാം എങ്ങനെയാണ് ഈ മോഷണം നടന്നതെന്ന്. സന്തോഷ്, ഈ വ്യാപാരിയുടെ അഷ്റഫിന്റെ തൊട്ട അയൽവാസി ലിജീഷാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇയാളാണ് മോഷണം നടത്തിയത് എന്നത് ഉറപ്പിക്കുകയാണോ പോലീസ്? അതിലേക്ക് എത്തിക്കഴിഞ്ഞോ? തീർച്ചയായും പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചു എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത് ഔദ്യോഗികമായി തന്നെ കമ്മീഷണർ ഒരുപക്ഷെ 10 മണിയോടുകൂടി വാർത്താ സമ്മേളനം വിളിച്ച മാധ്യമങ്ങളെ ഉൾപ്പെടെ ഔദ്യോഗികമായി അറിയിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇയാളെ പോലീസ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനും ദിവസങ്ങളായി ഈ ലജീഷ് പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അതിനൊടുവിലാണ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഇപ്പോൾ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ലജീഷിൻ്റെ വീട്ടിൽ നിന്നും ഈ മോഷണം പോയ ആഭരണങ്ങളും പണവും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. തുടക്കം മുതൽക്ക് തന്നെ ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് വീട് അടുത്തറിയാവുന്ന, അഷ്റഫിൻ്റെ കുടുംബത്തെ അടുത്തറിയാവുന്ന ഒരാളാണ് മോഷണം നടത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. കാരണം ഈ അഷ്റഫ് 19-ാം തീയതി തമിഴ്നാട്ടിലേക്ക് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്ന കാര്യം കൃത്യമായി അറിയുകയും തിരിച്ചു വരുന്ന സമയം ഉൾപ്പെടെ അറിയുകയും ചെയ്യുന്ന ഒരാളാണ് ഈ കവർച്ച നടത്തിയത് എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു. മാത്രമല്ല, ആ കവർച്ചയുടെ ഒരു സ്വഭാവം തന്നെ, അതായത് ഒരു ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന ലോക്കറിൻ്റെ താക്കോൽ അത് കൈക്കലാക്കിക്കൊണ്ട് ലോക്കർ തുറന്ന് വളരെ കൃത്യമായി മോഷണം നടത്തിപ്പോയി കവർച്ച നടത്തിയ സാഹചര്യത്തിൽ തീർച്ചയായും ഈ വീടറിയുന്ന ആളാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും അങ്ങനെ സംശയമുള്ള ചില ആളുകളെ പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിരുന്നു. അവരുടെ ഫോൺ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ ലജീഷിനെ പോലീസ് ഇപ്പോൾ ഇന്നലെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി പോലീസിന് ലഭിച്ചത്, ഒന്ന്, ഈ മോഷണം നടന്ന സമയത്ത് ഈ ലജീഷിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ള കാര്യം അന്വേഷണ സംഘം കണ്ടെത്തുകയാണ്. എന്തുകൊണ്ടാണ് ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയത് എന്നുള്ള പരിശോധന നടത്തുകയും ആ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിയിലേക്ക് എത്താനുള്ള ഒരു സൂചകമായി ലഭിച്ചത് അതുകൊണ്ട് ആ കാര്യം തന്നെയാണ്. മറ്റൊന്ന്, ഈ മോഷണം നടന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ട് അവിടെ പോലീസ് എത്തുകയും അല്ലെങ്കിൽ അന്വേഷണങ്ങളെല്ലാം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ എവിടെയും പോകാതെ ആ പ്രദേശത്ത് തന്നെ ഈ അയൽവാസിയായ ലജീഷ് ഉണ്ടായിരുന്നു. ഏതായാലും പോലീസ് വളരെ കൃത്യമായി നിരീക്ഷണം നടത്തുകയും മറ്റ് നിരവധിയായിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ ഒരു അവ്യക്തമായ ദൃശ്യം മാത്രമാണ് ഉണ്ടായത്. എങ്കിലും ടീഷർട്ടിൻ്റെ കളറും മറ്റും പോലീസ് തിരിച്ചറിയുകയും വസ്ത്രങ്ങളുടെ കളർ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ പ്രതിയിലേക്ക് പോലീസ് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഈ പ്രതിയുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇത് ഔദ്യോഗികമായി തന്നെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മനു, തീർച്ചയായും സന്തോഷം. ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയതിൽ നിന്ന് ഒരു പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ ഒരു ബ്രില്യൻറ്റ്, ഒരു മികവൊന്ന് വേറെയാണ് കേട്ടോ. തീർച്ചയായും പോലീസിൻ്റെ അന്വേഷണ മികവ് ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ദിവസങ്ങൾക്കകം തന്നെ ഈ വലിയ കവർച്ച നടന്ന് പ്രത്യേകിച്ച് പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള ഒരു അവ്യക്തമായ CCTV ദൃശ്യം മാത്രമായിരുന്നു തെളിവ്. അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തുടക്കത്തിൽ അന്വേഷണം ആരംഭിച്ചത്. മറ്റൊരു തരത്തിലുള്ള തെളിവുകളും ലഭിച്ചില്ല. 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഒരു CCTVയിലും ഈ പ്രതിയുടെ ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ലഭിച്ചില്ല. മാത്രമല്ല, ഈ ഡോഗ് സ്ക്വാഡും മറ്റും പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായും വലിയ തെളിവുകളൊന്നും ലഭിച്ചില്ല. പിന്നീട് പൂർണ്ണമായും പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ്. നിരവധിയായിട്ടുള്ള ഫോൺ രേഖകൾ പരിശോധിച്ചു. ടവർ ലൊക്കേഷന് കീഴിലുള്ള ആളുകളുടെ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചു. വിരലടയാളം ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ട സംശയമുള്ളവരുടെ വിരലടയാളവുമായി ഒത്തുനോക്കി. അങ്ങനെ ശാസ്ത്രീയമായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോയത്. വളരെ സമർത്ഥമായി തന്നെയാണ് പോലീസ് ഈ കേസ് അന്വേഷിച്ചത് എന്ന് പറയേണ്ടി വരും. കാരണം വളരെ പ്രമാദമായ ഒരു കേസിൽ ഈ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിന് മുന്നിലുള്ള വലിയ അഭിമാന പ്രശ്നം തന്നെയായിരുന്നു. അത് അതേ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ചെറിയ സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് നടത്തിയിട്ടുള്ള സമർത്ഥമായിട്ടുള്ള നീക്കത്തിന് ഒടുവിൽ തന്നെയാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. മനു,
ശരി സന്തോഷ്, ഓക്കെ, താങ്ക് യു. എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകിയത്. ഏതായാലും 300 പവനും 1 കോടി രൂപയും തട്ടിയെടുത്ത ആ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് പോലീസ്. അപ്പോൾ ഈ കള്ളൻ കപ്പലിൽ തന്നെയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ കള്ളൻ അയൽപ്പക്കത്ത് തന്നെയെന്നാണ് ഇപ്പോൾ നമുക്കത് മാറ്റി പറയേണ്ടി വരുന്നത്. അതുതന്നെയാണ് നമുക്കിപ്പോൾ കണ്ണൂർ വളപട്ടണത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത്. തൊട്ടടുത്ത വീട്ടിലെ അയൽവാസി ലജീഷാണ് ഈ പറയുന്ന പൈസയും സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോയത്. പക്ഷേ കേരള പോലീസിന്റെ അന്വേഷണ മികവിന് മുന്നിൽ ലജീഷിന്റെ സൂത്രപ്പണികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പിടി വീഴുകയായിരുന്നു. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു മികവായിട്ട് തന്നെ കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ ഒരു വലിയ പൊൻതൂവലായിട്ട് തന്നെ നമുക്കതിനെ കാണാൻ കഴിയും.